നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് വീടുകളിൽ ഉണ്ടാക്കി വരുന്ന ഒരു നാടൻ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കോഴി മുളകിട്ടത്. നല്ല നാടൻ രീതിയിൽ കോഴി മുളകിട്ടത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. കോഴി 1/2 കിലോ, 2 സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 1/2 കപ്പ് ചെറിയ ഉള്ളി, ഇത് ചെറുതായി ഒന്ന് ചതച്ചെടുക്കണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ കറി ഉണ്ടായതിന് ശേഷം കറി വറവിടാനായിട്ട് വെളിച്ചെണ്ണ, 5-6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പിൻ്റെ ഇല. ഞാനിവിടെ കോഴി മുളകിട്ടത് ഉണ്ടാക്കാനായിട്ട് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു കുക്കിംഗ് വെസൽ എടുത്താലും മതി. അതിലേക്ക് ആദ്യമായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞു വെച്ചത്, തക്കാളി, രണ്ട് പച്ചമുളക് നടുകെ കീറിയത്, ചെറിയ ഉള്ളി ചതച്ചെടുത്തത്, ഗരം മസാല, പെരുംജീരകം പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തതിനു ശേഷം സ്റ്റൗ കത്തിച്ച് ചട്ടി അതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തിളച്ചു വന്നതിന് ശേഷം സിമ്മിലിട്ട് ഒരു 1/2 മണിക്കൂറോളം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞ് മസാലയൊക്കെ കറിയുടെ കുറച്ച് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് സീസൺ ചെയ്യാൻ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോഴി മുളകിട്ടത് വേവുന്ന സമയത്ത് ഞാൻ കുറച്ച് നെയ്ച്ചോറ് കൂടി ഉണ്ടാക്കി. നെയ്ച്ചോറില്ലാതെ എങ്ങനെയാ കോഴി മുളകിട്ടത് കഴിക്കുക അല്ലേ? ഇനി കോഴി മുളകിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും കോഴി മുളകിട്ടത് നല്ല കോമ്പിനേഷൻ ആണ്. ഒരു കഷ്ണം ചിക്കനും കുറച്ച് ചോറും ഗ്രേവിയും കൂട്ടി കഴിച്ചു നോക്കാം. ഉള്ളി തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു നല്ലൊരു റെസിപ്പി, അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.